വീട്ടിനുള്ളിൽ കയറിയ പാമ്പ് വീട്ടിൽ നിന്നിറങ്ങിപ്പോകാതെ വീട്ടുകാരെ മുൾമുനയിൽ നിർത്തിയത് 6 ദിവസമാണ്. കോഴിക്കോട് കുണ്ടുപറമ്പിലാണ് ഈ സംഭവം. വനംവകുപ്പിന്റെ പാമ്പ് പിടുത്തക്കാരെ പോലും കബളിപ്പിച്ച പാമ്പ് അവസാനം വീട്ടിലെ ബാത്റൂമിൽ വെച്ച് പിടിയിലായി. കോഴിക്കോട് കുണ്ടുപറമ്പിലെ ഡയമണ്ട് എന്ന വീട്ടിലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് കഴിഞ്ഞ 6 ദിവസമായി പാമ്പും ഇവിടുത്തെ കുടുംബവും തമ്മിലുള്ള ഒരു ഒളിച്ചുകളി നടന്നത്. അപ്പം ഗൃഹനാഥനായിട്ടുള്ള ഹേമന്ത് തന്നെ നമ്മളൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു ചേട്ടാ, ഒരു 6 ദിവസമായി എന്തായാലും കുടുംബം മുൾമുനയിലായിരുന്നു എന്ന് മനസ്സിലായി. അതെ അതെ, തീർച്ചയായിട്ടും. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്ത് വൈഫ് വീട്ടുണ്ടായിരുന്നില്ല. ഞാൻ വന്നു. അപ്പോൾ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ഞാൻ ഈ ബാത്റൂമിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഡോറ് ഇങ്ങനെ തുറന്ന സമയത്ത് ഇവിടെ പെട്ടെന്ന് ഒരു പാമ്പ് പടയുന്നത് കണ്ടു. അപ്പം പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണല്ലോ. അപ്പം പാമ്പ് ബാത്റൂമിൽ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കണ്ട സമയത്ത് പേടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഡോറ് ക്ലോസ് ചെയ്തു. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, റിസൾട്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പാമ്പ് പിടുത്തത്തെ നമ്പർ വന്നിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വിളിച്ചു. അപ്പോൾ വിളിച്ചാൽ ഫോറസ്റ്റിൻ്റെ ഓഫീസാണെന്നാണ് തോന്നുന്നത് എനിക്ക്. അവിടുന്ന് അവർ റിസീവർ അയച്ചു തന്നു. ആ റിസീവർ ഒരു മണിക്കൂർ റിസീവർ വന്നു. അവർ കംപ്ലീറ്റ് ഇവിടെ പരിശോധിച്ചു, വെള്ളമടിച്ചിട്ടും ടോർച്ചടിച്ച് പരിശോധിച്ചു. 1 മണിക്കൂർ നോക്കി, ഒന്നും കണ്ടില്ല. അവർ പറഞ്ഞു കണ്ടില്ല എന്ന്. അവർ പോയി. അങ്ങനെ ഞങ്ങൾ പിന്നെ രാവിലെ ഒന്ന് നോക്കി, ഒന്നും കണ്ടില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം വൈഫ് വീണ്ടും ഒന്ന് നോക്കിയപ്പം പാമ്പ് ഇവിടെ അന്ന് ഇതങ്ങനെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഇതിൻ്റെ വാതിലിടയിൽ പാമ്പ് വന്നിട്ട് പാമ്പ് ഇങ്ങനെ സ്വയം തള്ളി ഇങ്ങനെ ഉള്ളോട്ട് പോകുന്നു. തല പുറത്തുണ്ട്, പകുതി പോകാൻ പുറത്തുണ്ട്. അപ്പോൾ അവസാനം മുമ്പിൽ ഞങ്ങൾ നോക്കി കംപ്ലീറ്റ് ഉള്ളോട്ട് പോക്കി. അപ്പോൾ പിന്നെ ഞങ്ങൾ തുറന്നില്ല. നേരെ ഞാൻ ഈ ഒരു വെയിറ്റ്, ഈ ഒരു ടൈൽസ് എടുത്ത് ഇവിടെ വെച്ചു, ബ്ലോക്ക് ചെയ്തു. ഇതൊന്ന് അടുപ്പിച്ച് വെച്ചു. വീണ്ടും റിസീവർ വന്നു. 1 മണിക്കൂർ വന്നപ്പം അതും കംപ്ലീറ്റ് പരിധി. ഒരെണ്ണത്തിനും ഒന്നും കിട്ടിയില്ല. ഒരു റൂമിൽ പാമ്പും മറുറൂമിൽ നമ്മൾ കിടന്നുറങ്ങാനുള്ള വീട്ടിൽ വല്ലാത്തൊരു അനുഭവമാണത്. അങ്ങനെ അനുഭവിക്കുന്നവർക്ക് അത് അറിയില്ല. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞു 3-ാമത്തെ ദിവസം ഞാൻ വൈഫ് വന്ന് നോക്കുക. വെറുതെ തുറന്നിങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് അതിൻ്റെ നമ്മുടെ ക്ലോസറ്റിൻ്റെ അതൊന്ന് റെഡി അടച്ചു വെക്കാൻ പറഞ്ഞു. അങ്ങനെ അടയ്ക്കാൻ വേണ്ടി അവൾ കയറുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ ഇവിടെ ഒരു മിററിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ പേടിച്ച് ഞങ്ങൾ മാറി, അടച്ചു. വീണ്ടും ഒരു റിസീവർ വിളിച്ചു. വീണ്ടും ഒരാൾ വന്നു. അദ്ദേഹം 1 മണിക്കൂർ നോക്കി കണ്ടില്ല. അങ്ങനെ ഒരു കള്ളക്കളി നടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അടച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇവിടുത്തെ നമ്മുടെ വാർഡ് കൗൺസിലർ ഷിംജി സാർ വിളിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, പേപ്പറിൽ കണ്ടു, അപ്പം എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ എന്താ ചെയ്യാൻ ചോദിച്ചപ്പോൾ ഒരാളുണ്ട് പറഞ്ഞു. തൊട്ട് നമ്മുടെ അയൽക്കാരൻ, ഈ നാട്ടുകാരൻ ഒരാളുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. അദ്ദേഹം വേറൊരാളും അദ്ദേഹം ഈ പാമ്പ് പിടിക്കുന്ന ആളെ കൂട്ടി വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് സംശയം ഈ വാഷ് ബേസിനുള്ളിൽ എവിടെ ഉണ്ടെന്നാണ്. പുള്ളി കറക്റ്റായിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചു നോക്കി, ടോർച്ചടിച്ചൊക്കെ നോക്കിയപ്പോൾ സംഗതിയെ പുള്ളി കണ്ടെത്തി. ഏതോ ഒരു ഗ്യാപ്പ് പോയിട്ട് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. വാഷ് ബേസിൻ്റെ അടിയിൽ അതിനുള്ള കുറേ പൊത്തൊക്കെ ഉണ്ട്. നമുക്കിത് ശരിക്കും ഭയങ്കര ഡേഞ്ചറാണ് ശരിക്കും. അത് വന്ന് പറക്കാൻ സൗകര്യം അവർക്ക്. അപ്പോൾ അതിനെ പുള്ളി കണ്ടെത്തി. പിന്നെ പുള്ളി പറഞ്ഞ് കുറച്ച് ചേരയാണ് പേടിക്കാനാണ്. പുള്ളിക്ക് ധൈര്യമായി. അപ്പോൾ അതിനെ പുള്ളി എടുത്തു, അതിനെ ഇതാക്കി കൊണ്ടുപോയി. എന്തായാലും 6 ദിവസത്തേക്കുള്ള അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു, വിഷമമുള്ള അവസ്ഥയായിരുന്നു. എന്തായാലും 6 ദിവസത്തെ ഒളിച്ചുകളിക്ക് ശേഷം പാമ്പിനെ കിട്ടിയതിന്റെ ആ ഒരു ആശ്വാസത്തിലാണ് കുടുംബം. ക്യാമറാമാൻ അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.